So learner-centered മെത്തേഡിൽ ലൈക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ, റോൾ പ്ലേ, പ്രൊജക്ട് വർക്ക് ഇവിടെയൊക്കെ ഡോമിനൻ്റ് റോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആവും. ടീച്ചറിന് ഒരു പാസീവ് റോള് മാത്രമാണ് ഉള്ളത്. ആ ഒരു പ്രോസസ്സിൽ പ്രോപ്പർ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ആവുന്നുണ്ടോ, ആ ഒരു പ്രോസസ്സ് പോകുന്നത് പ്രോപ്പർ ട്രാക്കിലാണോ, അവരെത്തുന്ന കൺക്ലൂഷൻ പ്രോപ്പർ ആണോ, ഇതൊക്കെ ഒന്ന് നോക്കുക മാത്രമാണ് ഒരു ടീച്ചറിൻ്റെ റോൾ. So classification la adithe classification nammal complete cheyidu, that is based on the dominance. A teaching learning method can be classified as teacher centered method and learner centered method. രണ്ടാമത്തെ broad classification എന്തായിരുന്നു? Based on the utility of teaching methods. ഇതനുസരിച്ച് മൂന്നായിട്ട് തിരിക്കാം, which is large group method, small group method and individual learning method. As the name suggests, large group methods, they are meant for a large group, and the various methods include lecture, panel discussion, etc. So a large classroom like ഒരു 100 പേര് അല്ലെങ്കിൽ 50 പേരൊക്കെയുള്ള ക്ലാസ് റൂമിന് യോജിച്ച ഒരു മെത്തേഡാണ് ലാർജ് ഗ്രൂപ്പ് മെത്തേഡ്. ആൻഡ് സം ഓഫ് ദ എക്സാമ്പിൾസ് ആർ ലെക്ചർ മെത്തേഡ് ആൻഡ് പാനൽ ഡിസ്കഷൻ. Small group method എന്ന് പറയുമ്പോൾ it is meant for a group that comprises of members less than 20, and this may include various things like group discussions, demonstrations, seminars and bedside clinic. So small group methods it is meant for a class which has less than 20 students, and the various methods which can be utilized are group discussions, demonstrations, seminars and bedside clinic. And the last thing is individual learning method. Individual learning method എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും അവരവരുടെ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് അനുസരിച്ച് അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള മെത്തേഡാണ് ഇൻഡിവിജ്വൽ ലേണിംഗ് മെത്തേഡ്. അത് ഓരോ കുട്ടിയെയും അതുപോലെ തന്നെ ഓരോ ടീച്ചറിനെയും അനുസരിച്ച് ഈ ഇൻഡിവിജ്വൽ ലേണിംഗ് മെത്തേഡ് വേരി ചെയ്തെന്നിരിക്കും. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ആൻ ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ്, ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷൻ മൊഡ്യൂൾസ്. സോ ദർ ആർ മെനി ബുക്സ് അല്ലെങ്കിൽ മാനുവൽസ് ഒക്കെ, ആൻഡ് ദീസ് ആർ ടു ബി ലേൺഡ് ബൈ സെൽഫ് റീഡിങ്. സോ സച്ച് തിങ്സ് ആർ സെൽഫ് ഇൻസ്ട്രക്ഷൻ മൊഡ്യൂൾസ്. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ ലേണിംഗ് മെത്തേഡ്സിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. So the second broad category, which includes large group methods, which is meant for a large classroom. Methods are lecture, panel discussions, etc. Small group method, which is meant for students comprising less than 20 in number, and the various things include group discussions, demonstrations, seminar, bedside clinic, etc. And then we have the individual learning methods, where it focuses on individual students' learning needs, and here the teacher may include various strategies like assignments, self-instruction modules, etc. Now coming to the guidelines for selection and practice of teaching learning methods. സോ ഓരോ ക്ലാസ്സിലും എന്ത് ടീച്ചിങ് ലേണിംഗ് മെത്തേഡാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. വിൽ സി വൺ ബൈ വൺ. ദ ഫസ്റ്റ് ഈസ് മെത്തേഡ്സ് ഷുഡ് ബി സൂട്ടഡ് ടു ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സോ പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനോട് ചേർന്ന രീതിയിലും, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്ത് ഒബ്ജക്റ്റീവാണ് അച്ചീവ് ചെയ്യേണ്ടത്, അതിനോട് ചേർന്ന രീതിയിലുമായിരിക്കണം മെത്തേഡ് ഓഫ് ടീച്ചിങ് ലേണിംഗ് സെലക്ട് ചെയ്യാനായിട്ട്. ലൈക്ക് ഇപ്പോൾ if the teacher is using or the teacher is teaching a particular thing on fetal skull. So fetal skull-ൽ ഈ ഒരു പടം കാണിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തെന്ന് വരില്ല, അല്ലേ?
അവിടെ സ്റ്റുഡൻസിന് ഒരു ഫീറ്റൽ സ്കള്ള് കൊണ്ടുവന്ന് ആ സ്കള്ളിലെ ഓരോ പാർട്സും തൊട്ട് തൊട്ട് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ സ്റ്റുഡൻസിനെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ എഫക്റ്റീവ്. സോ അങ്ങനെ വേരീഡ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് മേ ബി എംപ്ലോയിഡ് ബൈ എ ടീച്ചർ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. So an intelligent teacher can easily identify the suitable method by varying the objectives and content. Different teaching learning modalities may be used in order to achieve the objective. So ഇത് എഴുതുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. Methods, it should be suitable to the objectives of the class as well as the content of the subject matter. A talented teacher can use different teaching learning modalities in order to achieve the objective of a class as well as in order to convey the subject matter of the class being taught. So that was the first guideline for selection and practice of teaching learning method. രണ്ടാമത്തെ ഗൈഡ്ലൈൻ ആണ് methods should suit to the level of students. So while selecting a teaching learning method, the teacher should always consider the psychological status, the receptiveness, the intellectual maturity and previous knowledge while selecting a teaching learning method. സോ ഓരോ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മുമ്പും ടീച്ചർ കുട്ടികളുടെ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, അവരുടെ റിസപ്റ്റീവ്നെസ് എത്രമാത്രമാണ്, അവരുടെ ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി എത്രമാത്രമാണ്, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ അവർക്കുള്ള പ്രീവിയസ് നോളജ് എന്തോരമാണ്, ഇത്രയും കൺസിഡർ ചെയ്ത ശേഷം മാത്രമേ ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ലൈക്ക് LKG UKG അല്ലെങ്കിൽ 1, 2, 3 ക്ലാസ്സിലൊക്കെ പോയിട്ട് ഒരു ലോങ് ലെക്ചർ കൊടുക്കുകയാണ്. ഈ കുട്ടികളുടെ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ്, അവരുടെ ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി, അവരുടെ ആ ഒരു ഗ്രാസ്പിംഗ് ലെവൽ, അവർക്ക് ക്ഷമിച്ചിരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു മണിക്കൂർ ലെക്ചറിൽ എത്ര ആക്റ്റീവ് ആയിട്ട് ഇരിക്കും എന്നൊന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹ്യൂമൻ അനാട്ടമി പഠിപ്പിക്കുമ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു ഡെഡ് ബോഡി കാണിച്ച് ഡിസെക്ഷനൊക്കെ ചെയ്ത് കാണിച്ചു തരികയാണ്. നിങ്ങളുടെ ആ ഒരു സൈക്കോളജിക്കൽ സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങൾക്ക് ദാറ്റ് വുഡ് ബി വെരി ട്രോമാറ്റിക് ഇൻ ഓർഡർ ടു സീ എ ഡെഡ് ബോഡി അറ്റ് ദാറ്റ് ഫേസ് ഓഫ് ലൈഫ് ബിഫോർ ഹാവിങ് എ പ്രീവിയസ് നോളജ് അബൌട്ട് ദ മെഡിക്കൽ ഫീൽഡ്. സോ അങ്ങനെ ഓരോ ക്ലാസ്സിനും അനുസൃതമായിട്ടും ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ സൈക്കോളജിക്കൽ സ്റ്റാറ്റസ്, റിസപ്റ്റീവ്നെസ്, ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി, പ്രീവിയസ് നോളജ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം ഒരു ടീച്ചർ ആ ക്ലാസ്സിൽ ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ലേണിംഗ് ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട്. സോ ഇതുവരെ നമ്മൾ കണ്ട 2 ഗൈഡ്ലൈൻസ്, the methods should be suited to the objectives and the content of the subject matter. രണ്ടാമത്തേത് the methods should suit to the level of the students, where we have to consider various things like the psychological status, the receptiveness, the intellectual maturity as well as the previous knowledge. The next guideline is the methods should be based on sound psychological principles. So whenever you consider a teaching learning method, it should have a psychological basis in order to make teaching more interesting and student centered. The principles and marks of good teaching should have a psychological basis. So എപ്പോഴും ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മുമ്പേ we have to have a sound psychological basis for utilizing a particular teaching learning method, so that
the learning can be made student centered and it can be made more interesting. സോ എപ്പോഴും ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനൊരു സൈക്കോളജിക്കൽ ബേസിസ് ഉള്ള ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് വേണം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഇൻ ഓർഡർ ടു മേക്ക് ദ ലേണിംഗ് പ്രോസസ് മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സ്റ്റുഡൻറ് സെൻറ്റേഡ്.